ഭരണകൂടം ഞങ്ങളുടെ ഇന്ന് നികുതി പിടിക്കാൻ മാത്രം മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല. 10 ദിവസം ഞങ്ങൾ നികുതി അടയ്ക്കാൻ വഴിയെ ഞങ്ങൾ ഫൈൻ അടയ്ക്കണം. മഴ ഇനി തുടങ്ങാൻ പോവാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ പെയ്താൽ പിന്നെ ഇവിടെ മാത്രമല്ല കല്ലിടുക്ക് തൊട്ട് പൂളച്ചോട് വരെ ഇതാണ് അവസ്ഥ. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തെക്കുംപാടം റോഡിന്റെ പണികൾ നിലച്ചതോടെ നാട്ടുകാർ വീണ്ടും ദുരിതത്തിലായി. ഈ വർഷമെങ്കിലും കുഴിയിൽ വീഴാതെ നടക്കാൻ കഴിയുമെന്ന അവരുടെ പ്രതീക്ഷയും അസ്തമിക്കുകയാണ്. മഴ ശക്തമായാൽ ചെളിക്കുളമായി കിടക്കുന്ന റോഡിലൂടെ ബസ് സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരും. നൂറുകണക്കിന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഇതോടെ ഇല്ലാതാകും. മയിലാട്ടംപാറ മുതൽ ഈ കല്ലിടുക്ക് വരെ ഒരു നിലയ്ക്കും കടന്നു നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലായി. മനുഷ്യനിപ്പോൾ നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് പലരും ഈ പണി തടസ്സപ്പെടുത്താനും മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. 2023 സെപ്റ്റംബറിലാണ് കല്ലിടുക്ക് മുതൽ പീച്ച് ഡാം വരെ 6 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. 5 വർഷത്തെ മെയിൻ്റനൻസ് തുക ഉൾപ്പെടെ 5 കോടിയിലേറെ രൂപയാണ് ഇതിനായി ചെലവാക്കുന്നത്. 2024 സെപ്റ്റംബറിൽ റോഡിന്റെ പണികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ കലുങ്കുകളുടെയും കാനകളുടെയും പാർശ്വഭിത്തികളുടെയും പണികളല്ലാതെ വേറെയൊന്നും ഇതുവരെ നടന്നിട്ടില്ല. മഴ ഇനി തുടങ്ങാൻ പോവാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ പെയ്താൽ പിന്നെ ഇവിടെ മാത്രമല്ല കല്ലിടുക്ക് തൊട്ട് പൂളച്ചോട് വരെ ഇതാണ് അവസ്ഥ. പിന്നെ ബസ്സുകാർ വരില്ല എന്ന് പറയും. അവർ കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും മോശമായ ഒരു റോട്ടിൽ കൂടെ അവർക്ക് വന്ന് അത് ഓടി മുതലാക്കാൻ പറ്റില്ല. അതുപോലെ ഞങ്ങൾക്ക് ഇതിൽ പോവാനോ പിടിക്കാനോ അടുത്ത പറമ്പിൽ കൂടെ മതിലിന്റെ സൈഡൊക്കെ ചേർന്നാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു അറുതി എന്തായാലും വരണം. ജൽജീവൻ മിഷന്റെ പൈപ്പിടുന്ന പണികൾ പൂർത്തിയാക്കാത്തതാണ് പണികൾ നിലച്ചതിന്റെ പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ദീർഘവീക്ഷണത്തോടെ ഇടപെട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ ജലജീവൻ മിഷന്റെ പണി നടക്കുന്നു പറഞ്ഞ് അതും കുത്തിപ്പൊളിച്ചിട്ടു. അവരും കൂടെ കൂടി എല്ലാം കൂടെ സംഗതി പറഞ്ഞാൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ വൃത്തിയില്ല. ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കുന്ന റോഡുകളെങ്കിലും പൈപ്പിടൽ നേരത്തെ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ റോഡിന്റെ പണികൾ സമയബന്ധിതമായി പൂർത്തിയാകുമായിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. 2-3 പേര് ഇവിടെ വീണു, ബൈക്ക് കൊണ്ടുവരുന്ന ലേഡീസുകൾ വീണു. അപ്പൊ അവരെയും പറഞ്ഞിട്ട് കാര്യം, ഇതിക്കടെ പോയാലും കുഴിയല്ലേ. ഇതിക്കടെ വരാൻ നോക്കുമ്പോ അപ്പൊ അപ്പുറത്തേക്കടെ വന്നേ പോയി കഴിഞ്ഞാൽ ആ കുഴിയിൽ വീഴും. അപ്പൊ ഇതിക്കടെ വന്നു കഴിഞ്ഞാൽ ഈ കുഴിയിലോട്ട് സെൻട്രേക്കടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നടക്കില്ല. ബസ്സുകാർ വന്നിട്ട് ഇപ്പൊ ആദ്യം ടൂറിസ്റ്റ് ബസ് വന്നു, അന്ന് നല്ല മഴയായിരുന്നു. അപ്പൊ ഏതിക്കടെ ചേട്ടൻ ഞങ്ങൾ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഒതിക്ക് പതുക്കെ വന്നാൽ മതി, നല്ല കുഴിയാണ്. ഇവിടേക്ക് മലയാറ്റൂർക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ട് വന്ന വണ്ടിയാണ്. അപ്പൊ ഇതിക്കടെ പതുക്കെ അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്നെ ചേട്ടാ നിങ്ങളുടെ നാട് ഇങ്ങനെയെന്ന് അവര് വരെ ചോദിക്കുക നമ്മളോട്. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. 2-3 കൊല്ലം ഞങ്ങൾ ഈ സ്കൂൾ പിള്ളേരെ കൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് ഞങ്ങൾക്ക് ഇതിലെ പോകാൻ പറ്റണില്ല. മെയിനായിട്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരണം. ഭരണകൂടം ഞങ്ങളുടെ ഇന്ന് നികുതി പിടിക്കാൻ മാത്രം മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല. 10 ദിവസം ഞങ്ങൾ നികുതി അടയ്ക്കാൻ വഴിയെ ഞങ്ങൾ ഫൈൻ അടയ്ക്കണം. ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി കിട്ടണം. ഞങ്ങളുടെ മെയിൻ പ്രശ്നം അതുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് എന്താ വെച്ചാൽ ഈ റോഡ് തുടയ്ക്കാനുള്ള പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളോട് ആ പാലം പിടിക്കാൻ പറഞ്ഞ ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ആ സ്കൂൾ തുറന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ 2-ാം വർഷം ഇനിയിപ്പം സ്കൂൾ തുറക്കാൻ പോവാം. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു. പൈപ്പിടുന്ന ട്രഞ്ചിന്റെ റീസ്റ്റോറേഷനുള്ള തുക നൽകുന്ന കാര്യത്തിൽ ധാരണ ആയിട്ടുണ്ടെന്നാണ് അറിവ്. ഏതായാലും അധികാരികളുടെ അനാസ്ഥയുടെയും പിടിപ്പുകേടിന്റെയും പ്രത്യാഘാതം വർഷങ്ങളായി നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പണികൾ തടസ്സപ്പെട്ടതിന് എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടാനും വേഗത്തിൽ പദ്ധതി നടപ്പിലാക്കാനും അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ട്. വരുന്ന മഴക്കാലം ശക്തിപ്പെടുന്നതിന് മുമ്പായി റോഡിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനും കുഴികൾ അടയ്ക്കാനും അധികാരികൾ നടപടികൾ സ്വീകരിക്കണം.